സച്ചേട്ടൻ്റെ അച്ഛനെ ചതിച്ച് ഇതേ ഡോക്യുമെന്റുകൾ കൊണ്ട് അവന്തികയുടെ ജാതകം ഞാൻ തിരുത്തി എഴുതും. അവള് ചതിയിലൂടെ നെല്ലിശ്ശേരി തറവാടും സമ്പത്തുകളും ബിസിനസ്സും എല്ലാം സ്വന്തമാക്കിയതിൻ്റെ യഥാർത്ഥ രേഖകളായത്. ഇത് ആരതി വക്കീലിൻ്റെ കയ്യിലെത്തിക്കണം. എൻ്റെ സച്ചേൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ അതല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഞാനാണെന്ന് ഗോകുൽ ഒരിക്കലും അറിയരുത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. ഈ സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. സേതുമാധവൻ അവന്തികയുടെ പേർക്ക് എഴുതി കൊടുത്ത പ്രമാണം, കമ്പനിയുടെ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കടലാസുകളും ഇതിലുണ്ട്. ഈ നിമിഷം മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോ ഈ അവന്തികയുടെ പേരില. എന്താ ഇത്? എന്തിനാ ഈ പ്രിന്റെല്ലാം എടുക്കുന്നത്? അത് പിന്നെ ഗൗരിമോളുടെ കുറച്ച് നോട്ട്സാ. അവള് കുറച്ച് പ്രിന്റ് എടുത്ത് വെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാ സ്കൂളിലേക്ക് പോയതേ. അവളുടെ കയ്യില് നോട്ട്സ് ഇല്ലേ? പോരാത്തതിന് ടെക്സ്റ്റ് ബുക്കും ഉണ്ടല്ലോ. പിന്നെന്തിനാ ഈ പ്രിന്റൊക്കെ എടുക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. അവളെന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. സച്ചി, ഈ നിമിഷം വേണമെങ്കിലും ഞാൻ എന്റെ സമൃദ്ധയെ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഗോകുൽ സാറും മേഡനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഏട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആ ഗോകുൽ സാറിനോട് ഏട്ടൻ എന്തിനാ ചൂടായിട്ട് സംസാരിച്ചത്? ഏട്ടൻ കയർത്തിട്ടും അയാൾ ഏട്ടനോട് എത്ര താഴ്മയോടെ സംസാരിച്ചത്? എന്താ ഏട്ടാ പ്രശ്നം? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല.